ഇൻകിലാബ് സിന്ദാബാദ്, ഇൻകിലാബ് സിന്ദാബാദ്, ഇൻകിലാബ് സിന്ദാബാദ്. മിശിഹായിൽ സ്നേഹമുള്ള ദൈവജനമേ, ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ 1921 മൗലാന ഹസ്രത്ത് എന്ന ഉറുദു കവി എഴുതി ഭഗവത് സിംഗിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആ മുദ്രാവാക്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ശരീരമൊക്കെ കോരിതിരിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേം തെരുവ് വീതികളിലൂടെ തൻ്റെ രാജകീയമായ ആ ദേവാലയ പ്രവേശനം നടന്നപ്പോൾ ആബാലവൃദ്ധ ജനം അവിടെ ഒന്നിച്ചുകൂടി സങ്കീർത്തനം 118, 25, 26 ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഹോസാന ഹോസാന, ഞങ്ങളെ രക്ഷിക്കണേ, സേവസ് നൗ, ഞങ്ങളിപ്പോൾ രക്ഷിക്കണമേ എന്ന നൂറ്റാണ്ടുകൾ മുതലുള്ള ആ ദൈവജനത്തിൻ്റെ ഇസ്രായേലിന്റെ പ്രാർത്ഥന മുഴുവൻ അന്ന് യേശുവിനെ നോക്കിക്കൊണ്ട് ജനം ഉദ്ഘോഷിച്ചു. യേശു ആദ്യമായിട്ടല്ല ആ ദേവാലയത്തിൽ കടന്നു വരിക. യഹൂദ പാരമ്പര്യത്തില് 3 പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ദേവാലയത്തിൽ ജനങ്ങൾ വന്ന് പങ്കെടുക്കണമെന്ന് പഴയ നിയമത്തിൽ നാം കാണുക. പുറപ്പാടിൻ്റെ പുസ്തകം 23 അധ്യായത്തിലും ലേവ്യരുടെ പുസ്തകം 16 നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 1 പെസഹയാണ്, 2 പെന്തക്കുസ്ത, 3 കൂടാര തിരുനാൾ. ഇതിൽ പെസഹയ്ക്ക് ഒരുക്കമായിട്ടുള്ള തിരുനാളിനായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്ര പുറപ്പെടുക. ഇസ്രായേലിലുള്ള ജെറുസലേം ദേവാലയത്തിൽ മാത്രമല്ല, സിനഗോഗുകളിലും പോവുക കർത്താവിൻ്റെ പതിവായിരുന്നു. പിന്നെ എന്താണ് ഈ യാത്രയ്ക്ക്, ഈ പ്രവേശനത്തിന് വ്യത്യസ്തത എന്നുള്ളത്? അത് വലിയൊരു ആഴ്ചയുടെ തുടക്കമാണ്. താൻ എന്തിനായി നിയോഗിക്കപ്പെട്ടുവോ ആ നിയോഗത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണത്. 23 പ്രകാരം പറയുന്നുണ്ട്, ആരെങ്കിലും ചോദിച്ചാൽ അതിനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറയുക. പ്രിയമുള്ളവരെ, എൻ്റെയും നിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിന് എന്നെക്കൊണ്ട്, നിന്നെക്കൊണ്ട്, നമ്മെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിക്കുക. യേശു തുടങ്ങി വെച്ച തീർത്ഥയാത്ര എന്നിലൂടെ, നിന്നിലൂടെ, നമ്മിലൂടെ പൂർത്തീകരിക്കണമെങ്കിൽ ഈ അവബോധം എൻ്റെ കർത്താവിന്, എൻ്റെ യേശുവിന്, എൻ്റെ തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വലിയൊരു അവബോധം നമുക്കുണ്ടാകണം. പലപ്പോഴും ഈ അവബോധം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്, നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അപജയം എന്ന് പറയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നോടിയായി നാസി പട്ടാളം യഹൂദ കുടുംബങ്ങളെയും അംഗങ്ങളെയും അന്വേഷിച്ച് തേടിയിറങ്ങുന്നത് മുൻകൂട്ടി കണ്ട നിക്കോളാസ് വിറ്റ്സൻ ചെക്കോസ്ലോവാക്യയിലുള്ള യഹൂദ കുടുംബങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് തരിക, ഞാൻ അവരെ ബ്രിട്ടനിൽ കൊണ്ടുപോയി വളരെ സേഫായി വളർത്തിക്കൊള്ളാം, അതിനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ജർമ്മൻ നാസി പട്ടാളം നിങ്ങൾക്കായി കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന്. പക്ഷേ അതിൽ പലരും വിശ്വസിച്ചില്ല. അദ്ദേഹം നിരാശനാകുകയില്ല. 669 കുട്ടികളെയും കൂട്ടി അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര തിരിച്ച് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് സാധിച്ചു. 1988 അദ്ദേഹത്തെ ഒരു BBC-യുടെ ലൈവ് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി, ദ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ നിന്നപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോയത്. അദ്ദേഹം സംരക്ഷിച്ച അതിൽ വളരെയധികം പേര് വരികയും അവരുടെ മക്കളും കൊച്ചുമക്കളും വന്നുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ച നിമിഷമാണ്. ദൈവത്തിന് തന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിക്കോളാവസിന് മറ്റുള്ളവർക്ക് സംരക്ഷകനായി, ജീവനായി തീരുവാൻ സാധിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 10:10 ജീവനുണ്ടാകാനോ സമൃദ്ധമായി നൽകുവാനുമാണ് ഞാൻ വന്നതെന്ന്. എൻ്റെ പ്രിയമുള്ള ക്രൈസ്തവ സഹോദരി സഹോദരങ്ങളെ, ഈ തിരിച്ചറിവ് ഒരു ക്രൈസ്തവനുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ഓശാന എന്നും നടക്കും. ആ നിയോഗത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ ആരംഭമാം അന്ന് അവിടെ നീ കുറിക്കും, ഞാൻ കുറിക്കും. ഈ തിരിച്ചറിവ് ലഭിക്കാൻ ഇന്ന് ഈ ഓശാനയുടെ ദിവസം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള അറിവുണ്ടല്ലോ. അറിവിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ
എൻ്റെ തമ്പുരാൻ എന്നിലുണ്ടെന്നും ആ തമ്പുരാൻ തിരിച്ചറിയുകയാണ് എൻ്റെ ഓശാന എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഈ ജീവിതത്തിൻ്റെ നിയോഗത്തിലേക്കുള്ള തീർത്ഥയാത്രയായി. പ്രിയമുള്ളവരെ, ഓരോ ജീവിതത്തിലും, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലും ഇരുൾ അടഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതെ തൻ്റെ ദൈവം തന്നെ ഇതിനു വേണ്ടി, ഈ നിമിഷത്തേക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിനക്കാണ് ഈ നിമിഷത്തിൽ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നീ ഓശാനായില്ലെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്ക് ഓശാനയായില്ലെങ്കിൽ, മറ്റുള്ളവർ രക്ഷകനായി തീർന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്, ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ വീണ്ടും പറയും, അതാണ് യഥാർത്ഥത്തിലുള്ള ഓശാന, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓശാന. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിൽ, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നടക്കുന്നത് എന്താണ്? പലപ്പോഴും തളർന്ന് നിരാശരായി ഇനി മുന്നോട്ട് പോകാൻ ഗതിയില്ല എന്ന് തീരുമാനിക്കുന്നത്. ചിലരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും അത് പ്രവർത്തിക്കുന്നവരുമാണ്. അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഓശാനയായി കടന്നു ചെല്ലുവാൻ എന്നെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ജനത്തിനു വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാക്കൾക്ക് വേണ്ടി ഓശാനയായി തീരുവാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എൻ്റെ കുടുംബത്തിൻ്റെ തീർത്ഥയാത്രയുടെ നിയോഗത്തിലേക്കുള്ള ഒരു ആദ്യപടിയായി, എൻ്റെ ജീവിതത്തിലേക്കുള്ള പടിയായി. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു ഓശാന ആഘോഷിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ കുരുത്തോല ഏന്തിയിട്ടുള്ള ജൈവിളികൾക്കും ഹോസാനയ്ക്കും യഥാർത്ഥത്തിൽ അർത്ഥമുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ കല്ലെറിയുന്നവൻ്റെ സുവിശേഷമല്ല നമ്മുടേത്, കൂടെ ചേർത്ത് നിൽക്കുന്നവൻ്റെ, അവനെയും അവളെയും ഒരു കരം കൊടുത്തുകൊണ്ട് ഉയർത്തുന്ന സുവിശേഷമാണ് ക്രൈസ്തവ സുവിശേഷം തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ സുവിശേഷമാകുവാൻ, മറ്റുള്ളവർക്ക് സംരക്ഷകനാകുവാൻ, മറ്റുള്ളവരെ രക്ഷിക്കുന്നവരായി തീരുവാനുള്ള ഈ ഓശാനയിലേക്ക് നിങ്ങളെല്ലാവരെയും എത്രയും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.